സോ ഗയ്സ്, I love you too. നിർത്തണ്ട, ഞാനും കൂടെ വരട്ടെ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. May I come in? ഞാൻ തന്നെ കഴിഞ്ഞ വർഷം മിസ്സായി, ഇപ്രാവശ്യം മിസ്സാവും. ഇനിയും ചോദിക്കും, ഞങ്ങൾ ഒരു നാളോ മാനമില്ലാത്ത വർക്ക. അല്ലെ നിങ്ങൾ ഉറങ്ങാണ്ട് കൈയടിയുടെ എല്ലാം ചത്തിരിക്കണം. ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. നീ പറയുന്നതിനിടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്ത് കേട്ടോ. എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, പക്ഷെ ഞാൻ 2 മിനിറ്റ് ഒരു കഥ പറയാം, അത് അനുശ്വരിക്ക് ഓർമ്മ വരും. ഓർമ്മയുണ്ടോ ഈ മുഖം? സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. പക്ഷെ ഈ ഓർമ്മ വന്ന അനുശ്വരയ്ക്ക് ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു. ഓർമ്മ വരെയാണെങ്കിൽ, എന്റെ കഥ ഓർമ്മ വരെയാണെങ്കിൽ അനുശ്വര എന്റേതാണ്. ഓനയ്ക്ക് വെക്കുന്ന മയക്കുപിടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ, ഞാൻ മയങ്ങി വീഴൊന്നുമില്ല. ഇല്ലേ? അങ്ങനെ അല്ലെങ്കിൽ എന്നെ ഇവിടെ സമാധി ആയിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? കണ്ണെഴുതാൻ വേണം കരി, ചോറ് വെക്കാൻ വേണം അരി, എനിക്ക് വേണം അനശ്വരി കള്ളച്ചിരി. നീ എന്നോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞു പോയില്ലേ? പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചു. രണ്ടെണ്ണം മതി. അയ്യേ, 2 ഒന്നും പോരാ, ഒരു 10 എഴുതാം. എന്റെയും അനശ്വരി സിനിമ പുറത്താവുകയാണ്. പുറത്തായപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. 2.5 മണിക്കൂറുള്ള സിനിമ അനശ്വര മാത്രമേ ഉള്ളൂ എന്നെ കട്ട് ചെയ്ത്. അല്ല പറ്റി അത് ഇക്കാക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, അതല്ല പറഞ്ഞത്. പിന്നെ ഇത് സോ ഗയ്സ്, +2 പാസ്സായപ്പോഴാണ് തണ്ണീർ മൊത്തം ഹിറ്റ് അടിച്ച്. ഒരു വരി ഊതരുത്. കോളേജ് സെക്കൻഡ് ഇയർ ആയപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ ഹിറ്റ്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. കോളേജ് തേർഡ് ഇയർ ആയപ്പോൾ 75 കോടി. ഏത് രേഖാചിത്രം. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഈശ്വരയുടെ കരിയർ എങ്ങനെ പോകുന്നു? എങ്ങനെ പോകുന്നു പറ. ഗ്രോത്ത് അതുപോലെ എന്റെ എങ്ങനെ പോകുന്നു? എന്റെ പ്രണയം അതുപോലെ. താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായി, പക്ഷെ അടുത്ത് കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. പറ, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? എങ്കിൽ ഇപ്പൊ നോക്കണം. എന്താ ഇത് രാവിലെ അത് ഒളിപ്പിച്ചു തുടങ്ങിയോ? നിനക്കില്ലല്ലേ? നിനക്ക് വരും കേട്ടോ, ടെൻഷൻ ആവണ്ട. ഞാൻ മെന്റലിസ്റ്റ് ആണ്, അതിലൊരു മെസ്സേജ് ഉണ്ട്. മെന്റലിസ്റ്റ് ആണ്. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അത് വായിച്ചതിന് ശേഷം yes or no സുഹൃത്തുക്കളെ, yes or no ഞാൻ ഇതിലൂടെ കാണാറുണ്ടോ? ഓ താങ്ക് യു മാത്രമേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞ ഉണ്ടേ നമ്മൾ കാണും. yes or no മതി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കും. സംശയിച്ച സ്ഥിതിക്ക് ജാനിയെ കൂടി കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ.